ഹോസ്റ്റലിലെ ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ചുവെന്നാരോപിച്ച് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ജനനേന്ദ്രിയം ഇടിച്ചു തകർത്തു. തൊടുപുഴയിലെ ഗ്രാൻഡിസ് എന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന അണക്കര സ്വദേശിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. പി.എ. സാഗർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സാഗർ, ദാരുണമായ ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? അനുസരി ഹോസ്റ്റലിൽ ലഹരി ഉപയോഗിച്ച വിവരം അധ്യാപകരെ അറിയിച്ച വിദ്യാർത്ഥിക്കാണ് സഹപാഠിയുടെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ഇടുക്കി കുമളി അണക്കര സ്വദേശിയായ 19-കാരന്റെ ജനനേന്ദ്രിയം സഹപാഠി തകർത്തതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. വലതു വസ്ത്രത്തിന് ഗുരുതരമായി പരിക്കേറ്റു. അതുകൊണ്ട് തന്നെ ഇത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ തൊടുപുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിന് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് സർവീസ് കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇത്തരത്തിലൊരു ക്രൂരമർദ്ദനത്തിന് ഇരയായത്. ഈ പ്രദേശത്ത് ഒരു വീട്ടിലാണ് ഈ വിദ്യാർത്ഥികൾ ഒരുമിച്ച് താമസിക്കുന്നത്. ഇതിൽ ചിലർ പതിവായി കഞ്ചാവ് ഉപയോഗിക്കുന്നതും മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതുമായും ഈ അണക്കര സ്വദേശിയായ വിദ്യാർത്ഥിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും തന്റെ അധ്യാപകരെയും അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പ്രായപൂർത്തിയാവാത്ത പ്രതി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഈ കുട്ടിയുടെ മുറിയിൽ അതിക്രമിച്ചു കയറി സ്വകാര്യ ഭാഗത്തും നെഞ്ചത്തും നിരന്തരം ചവിട്ടുകയും ഇടിക്കുകയും അത്തരത്തിൽ ക്രൂരമായ ഒരു മർദ്ദനത്തിന് നേതൃത്വം നൽകിയത്. ഈ പ്രതി എന്ന് പറയുന്ന ആൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. 18 വയസ്സിന് താഴെ മാത്രമാണ് ആ കുട്ടിക്ക് പ്രായമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയത്. കുട്ടിയുടെ പഠിക്കുന്ന സാഹചര്യം പോലും ഇല്ലാതെ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അനുസരി ശരി, ഹോസ്റ്റലിലെ ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ഈ ക്രൂരമർദ്ദനം ഉണ്ടായത്. ഇപ്പോൾ അതിലൊരാൾ പിടിയിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പി.എ. സാഗറാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.